യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ MLA മാണിച്ചി കാപ്പൻ, പാലാരൂപതയുടെ ഡോക്ടർ സെന്റ് ലൂസ് ചടത്തിലച്ച, ബഹുമാനായ ദീപിക മാനേജിംഗ് ഡയറക്ടർ റവറൻഡ് ഫാദർ മൈക്കൽ വെട്ടിക്കാട്ട്, പ്രിയപ്പെട്ട മാത്യു സാറെ, വികാരി ബഹുമാനപ്പെട്ട ചടത്തിലച്ച, ബഹുമാനപ്പെട്ട MCPH, പ്രിയപ്പെട്ട ജിബിൻ ബിനു, മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനായ ബിജു, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയൊരു സമ്മേളനമാണിത്. ഈ നാടുകളിലൊക്കെ പഠനത്തിൽ മികവ് നേടിയ കുട്ടികളെ ഹയർ സെക്കൻഡറിയിലും SSLC മേഖലയിലുമുള്ളവരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങുകൾ നാട് ഒട്ടുക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ ട്രാൻസ്ഫർ സെൻ്ററിൽ വെച്ച് പാലാരൂപതയിലെ മികവാർന്ന കുട്ടികളെ വിളിച്ചിരുന്നു. മാണിച്ചി കാപ്പൻ സാറും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കുറേ കൂടെ വിപുലമായ രീതിയിൽ കേരള സമൂഹത്തിൻ്റെ ആ ഒരു മൂല്യങ്ങൾ കണക്കിലെടുത്ത് ദീപിക വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടെ നമ്മൾ കേട്ടു. അതിൻ്റെ കാര്യസ്ഥതയിൽ അതിൻ്റെ MDയും സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന വലിയൊരു കാര്യമാണിത്. ദീപിക പത്രം വളരെ നല്ല അറിവ് നൽകുന്നുണ്ട്. ദീപിക പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഞാൻ കൈവക്കാൻ ആവശ്യപ്പെടുന്നില്ല. കൈവക്കാതെ തന്നെ എനിക്കറിയാം ഏകദേശ നമ്പർ. പത്രം കൂടുതലായിട്ട് നിങ്ങൾ വായിക്കണം. ദീപിക ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. മൂല്യാധിഷ്ഠിത സംസ്കാരം നിറയെ കാത്തുസൂക്ഷിക്കുന്ന പത്രമാണ്. സമുദായത്തിൻ്റെ പത്രമാണ്, മലയാളികളുടെ പത്രമാണ്, കേരളത്തിൻ്റെ പത്രമാണ്, ഈ ദേശത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന പത്രമാണ്. അങ്ങനെ ദീപിക ഈ രാജ്യത്തിൻ്റെ ഒരു നേത്രമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാം കാണുകയും എന്തെല്ലാം കാര്യങ്ങളാണ് തിരുത്തപ്പെടേണ്ടത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്ന പത്രമാണ്. ബഹുമാനപ്പെട്ട മൈക്കൽ വെട്ടിക്കാട്ടച്ചൻ MD ദീപിക ആയതിനു ശേഷം വളരെയേറെ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാർഷിക രംഗം, വിദ്യാഭ്യാസ രംഗം, സാധാരണക്കാരുടെ EWS കാറ്റഗറിയിൽ നിൽക്കുന്നവരുടെ ആവശ്യം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളുടെ പ്രതിസന്ധികൾ എല്ലാം ദീപിക കൈകാര്യം ചെയ്യുകയും അതിന് വേണ്ട പ്രായോഗികമായ ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദീപികയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട്. ഇൻഫ്ലുവൻഷ്യലാണ് ഈ പത്രം. അതിൻ്റെ കാരണമാണ് പ്രധാനമായിട്ടും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങളാണ് അതിൽ പഠന വിഷയമാക്കുന്നത് എന്നത് തന്നെയാണ്. നമ്മുടെ ഈ സമ്മേളനം വളരെ മികവുറ്റ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ അത് കണ്ട് ആ വിജയത്തിൽ സന്തോഷിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ്. ആപ്പിൾ കമ്പനിയിലെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കുട്ടികളെ സമ്പന്നരാക്കാൻ പഠിപ്പിക്കരുത്. അവർ വളരുമ്പോൾ വസ്തുക്കളുടെ വിലയേക്കാൾ മൂല്യങ്ങളുടെ വില മനസ്സിലാക്കാൻ പഠിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ വേണമെങ്കിൽ എഴുതാവുന്ന ഒരു ചെറിയ വാക്യമാണ്. നിങ്ങൾ വസ്തുക്കളുടെ വിലയെക്കുറിച്ചല്ല, മൂല്യങ്ങളുടെ വിലയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതൊരു പാഠപുസ്തകമാണ്. എത്ര നമ്മൾ വായിച്ചാലും തിരികെല്ലാത്ത
അധ്യായങ്ങൾ. ടാറ്റ കമ്പനിയിലെ ത്യാഗനായ റത്തൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാം, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ദൂരം നടക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം. ഒന്നിച്ച് നടന്നാൽ നമ്മൾ മടുക്കുകയില്ല, നമുക്ക് കൂടുതൽ അകലങ്ങളിൽ എത്താനായിട്ട് പറ്റും. ഇവിടെ 1000-ഓളം കുട്ടികൾ ഈ ഹാള് നിറഞ്ഞ് കവിഞ്ഞുണ്ട്. നിങ്ങൾ ഒന്നിച്ച് നടന്നതിൻ്റെ, ക്ലാസ്മേറ്റ്സായിട്ടും അധ്യാപകരുടെ കൂട്ടത്തിലും മാതാപിതാക്കളുടെ കൂട്ടത്തിലുമൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് നല്ല ഒരു അവസരം ഇവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ് ഹയർ സെക്കൻഡറിയിലും SSLCയിലും എല്ലാം. ഞാൻ നിങ്ങളോട് ഒന്ന് ചെറിയ നിമിഷങ്ങൾ നിങ്ങളുടെ പള്ളിക്കൂടത്തിന് പുറത്ത് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കഥകൾ പറയുന്ന രാജ്യമാണ് ഇന്ത്യ. ഹൈന്ദവ പാരമ്പര്യത്തിലും യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിലും ഇസ്ലാമിക പാരമ്പര്യത്തിലും എല്ലാം കഥകളുടെ മതങ്ങളാണ്. ഈ കഥകൾ, ചരിത്രങ്ങളെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എല്ലാം എഴുതപ്പെട്ടതൊന്നുമല്ല. വീട്ടിലാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സാഹചര്യത്തിൽപ്പെട്ട കഥകളെല്ലാം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കും. കഥകൾ സ്വർണ്ണ ഖനികളാണ്. അത് നിങ്ങൾ വായിക്കും തോറും കേൾക്കും തോറും നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ചിന്തകൾ കിട്ടുമെന്നത് ഉറപ്പാണ്. എല്ലാ കഥകളിലും പ്രബോധനങ്ങളുണ്ട്, എല്ലാ തമാശകളിലും പ്രബോധനങ്ങളുണ്ട്. സയൻസ് ക്ലാസ്സുകൾക്ക് പുറമെ നമ്മളുടെ വ്യക്തിത്വത്തെ നോർമലായിട്ട് നിർത്താനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മൾ വളർന്നു വരുന്ന സമുദായത്തിൻ്റെ, രാജ്യത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുക, പരിചയപ്പെടുക എന്നത്. വലിയ ദാർശനിക ചിന്തകൾ നൽകുന്നതാണ് ആ കഥകൾ. നിങ്ങൾ എല്ലാം A+ വാങ്ങിക്കുമ്പോഴും എനിക്ക് വ്യക്തമായിട്ടറിയാം കുട്ടികൾക്ക് വലിയ ടെൻഷനുണ്ട്, മാതാപിതാക്കൾക്കും ടെൻഷൻസുണ്ട്. അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് പലപ്പോഴും മികവിലേക്ക് വരുന്നത്. അത് നമ്മളുടെ വളർച്ചയെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും. സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് വേണ്ടത് സമഗ്രമായ വളർച്ചയാണ്, സമഗ്രമായ വികസനമാണ്. ഞാനൊരു കഥ, തമാശല്ല, ഒരു കഥ നിങ്ങളോട് പറയുകയാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ചുറ്റും മാലാഖമാര് ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഒരു പാത്രത്തിൽ സൗന്ദര്യത്തിൻ്റെ 10 കഷ്ണങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. ദൈവം ആ 10 കഷ്ണങ്ങളിൽ 9 ജെറൂസലേമിനാണ് കൊടുത്തത്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഒരു കഷ്ണം മാത്രമേ നൽകിയുള്ളൂ. അടുത്ത മാലാഖ വിജ്ഞാനത്തിൻ്റെ 10 കഷ്ണങ്ങളുള്ള പാത്രവുമായി എത്തി. ദൈവം അതിൽ 9 കഷ്ണവും ജെറൂസലേമിനാണ് കൊടുത്തത്. ഒരു കഷ്ണം മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുള്ളൂ. മറ്റൊരു മാലാഖ ആത്മീയതയുടെ 10 കഷ്ണങ്ങളുള്ള പാത്രം കൊണ്ടുവന്നു. ദൈവം അതിൽ 9 ജെറൂസലേമിനാണ് കൊടുത്തത്. മറ്റൊരു കഷ്ണം മാത്രമാണ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തത്. അവസാനത്തെ മാലാഖ 10 വേദനകളുടെ പാത്രവുമായി ദൈവത്തിൻ്റെ പക്കൽ വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം അത് തിരിച്ചായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം കൊടുത്തതുപോലെ നല്ലത് കൊടുക്കാൻ. ദൈവം 9 കഷ്ണങ്ങളുടെ വേദനകളും ജെറൂസലേമിനാണ് കൊടുത്തത്. ബാക്കി ഒരു വേദന മാത്രമേ മറ്റെല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി കൊടുത്തുള്ളൂ. ഈ കഥ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ വേദനകളും ഗുണപാഠങ്ങളാണ്. ആദ്യം എല്ലാം ദൈവം 9 വലിയ കാര്യങ്ങൾ ജെറൂസലേമിന് കൊടുത്തു. സ്വാഭാവിക ബുദ്ധി
10 വേദനകൾ വന്നപ്പോൾ അതിലൊന്നേ കൊടുക്കുകയുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ ദൈവം 9 വേദനകളും ജെറുസലേമിനാണ് കൊടുത്തത്. ആ വേദനകളിൽ നിന്നാണ് നമ്മൾ വലിയ പാഠങ്ങൾ പഠിച്ചത്. നമ്മളുടെ വലിയ സഭയെ, സമുദായത്തെ, രാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്നത്. നിങ്ങളും ഈ 1-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ, അല്ലെങ്കിൽ എല്ലാ മാർക്കും നിങ്ങൾ മേടിച്ചു എന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ, എല്ലാം നേടി എന്ന് നമ്മൾ കരുതുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെയധികം വേദനകൾ ഉണ്ടായിട്ടുണ്ട്, വളരെയേറെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അധ്വാനവും പരിശ്രമവും എല്ലാം അത്ര എളുപ്പമല്ല. ഇത്ര മാർക്ക് മേടിക്കുക, ഇത്ര മികവിലേക്ക് വരിക. അപ്പം ആ വേദനകൾക്കും ആ പരിശ്രമങ്ങൾക്കുമെല്ലാം അർത്ഥമുണ്ട്. അത് ദൈവം നമുക്ക് നൽകുന്ന കഷ്ടപ്പാടുകളാണ്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളും സമയത്ത് പുസ്തകങ്ങളും മേടിക്കാൻ പറ്റാത്തവരുണ്ടാകും. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ള ആ ബോധ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് MDHനും ആദ്യം സംസാരിച്ച മാത്യു സാറും എല്ലാം പറഞ്ഞതും ആ കാരണം കൊണ്ടാണ്. നിങ്ങൾ ക്ലാസ് മുറികൾക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ക്ലാസ് മുറിക്കകത്ത് പുസ്തകങ്ങളും സ്മാർട്ട് സിസ്റ്റവും ഒക്കെ വെച്ച് നമുക്ക് പഠിക്കാം. ക്ലാസ് മുറിക്ക് പുറത്ത് കൂട്ടുകാരുടെ കഥകൾ, വീട്ടിലെ കഥകൾ, അയൽവക്കക്കാരുടെ കഥകൾ, അവരുടെ ചരിത്രം, അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവും വിജ്ഞാനവും ലഭിക്കുന്നത്. ഞാനൊരു കുഞ്ഞു കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പാർത്തിയൻ രാജാവ് ആ രാജ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു രാജാവിൻ്റെ രാജ്ഞിക്ക് വിലയേറിയ ഒരു രത്നം സമ്മാനമായിട്ട് കൊടുത്തു. ഒരു കത്തും കൂട്ടത്തിലുണ്ട്. ഇതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും എനിക്കും പകരമായി നൽകണം എന്ന് രാജാവ് ഈ രാജ്ഞിക്ക് എഴുതി. രാജാവിന് ഒരു ചെറിയ പെട്ടി, മെസൂസ എന്ന് ഹിബ്രുവിൽ പറയും, ഒരു ചെറിയ പെട്ടിയും അതിനകത്ത് 1-2 തിരുവചനങ്ങളും ഇട്ട് അയച്ചു കൊടുത്തു. അതിന് കാരണം എല്ലാ യഹൂദന്മാരുടെ വീടിൻ്റെയും ആദ്യത്തെ പ്രധാനപ്പെട്ട വാതിലിൽ, ഏറ്റവും പ്രധാനപ്പെട്ട വാതിലിൻ്റെ പുറത്ത് ഒരു ചെറിയ പെട്ടിയുണ്ട്. മെസൂസ പെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് 10 കൽപ്പനകൾ ദൈവം കൊടുത്ത, മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ എഴുതിയിട്ടിരിക്കുകയാണ്. ആ വീട്ടിലെ അംഗങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുവോ അപ്പോൾ അതിലൊരെണ്ണം എടുത്ത് വായിച്ചിട്ടേ പോവുകയുള്ളൂ. തിരിച്ച് വീട്ടിൽ കയറാൻ എപ്പോൾ വരുന്നുവോ അന്നേരവും ഒരു തിരുവചനം എടുത്ത് വായിക്കും. ഈ രാജാവിന് എഴുതി, അങ്ങ് എനിക്ക് ഒരു വിലയേറിയ മുത്ത് അയച്ചു തന്നു, ശരിയാണ്. അത് സംരക്ഷിക്കാൻ ഞാൻ രാവും പകലും കാവലിരിക്കണം. എന്നാൽ ഞാൻ താങ്കൾക്ക് അയച്ചു തന്ന മെസൂസ, തിരുവചനം ഉള്ള ആ ചെറിയ പെട്ടി, രാവും പകലും പുറത്തു പോകുമ്പോഴും അകത്ത് കിടക്കുമ്പോഴും താങ്കളെ സംരക്ഷിച്ചുകൊള്ളും. ഞാൻ ഈ മുത്ത് നോക്കി കള്ളം കൊണ്ടുപോകാതെ എൻ്റെ ജീവിതം മുഴുവൻ കാത്തിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം താങ്കളെ സംരക്ഷിച്ചുകൊള്ളും. പോകാൻ നേരത്തെ ഒരു വചനം വായിക്കുക, തിരിച്ചു വരുമ്പോൾ ആ വചനം വീണ്ടും ഒന്ന് വായിക്കുക. അതാണ് മെസൂസ പെട്ടി. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുമ്പോൾ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അധ്യാപകരും എല്ലാം ഇവിടെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് വായിക്കണം, പഠിക്കണം. ദൈവം കൊടുത്ത കൽപ്പനകൾ, 10 കൽപ്പനകൾ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ മറ്റു വലിയ സൂക്തങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വായിക്കണം. അപ്പോൾ നമുക്ക് നല്ല ധാർമ്മിക ബലം കിട്ടും. ഈ ദീപികയുടെ ഒരു പ്രത്യേകത, അതിന് നല്ല മോറൽ ഫോഴ്സ് ഉണ്ട്. ധാർമ്മികമായ കാര്യങ്ങൾ പറയാൻ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്ത് തെറ്റാണ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പത്രമാണ്. അപ്പം ദീപിക ഇവിടെ നിങ്ങളെ, കുട്ടികളെ, ഈ രാജ്യത്തിൻ്റെ ഭാവിയായ കുട്ടികളെ വിളിച്ചു കൂട്ടിയപ്പോൾ ഈ മൂല്യങ്ങൾ നിങ്ങളിൽ നിലനിൽക്കണം, നിങ്ങൾ അതിൽ വളരണം. അത് നിങ്ങളിലൂടെ വലിയ ഒരു ഡയമെൻഷൻ അതിന് കിട്ടണമെന്നുള്ള ആ ചിന്തയിലാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എല്ലാവരും MLAയും മുനിസിപ്പൽ ചെയർപേഴ്സണും എറണാകുളച്ചനും ഒക്കെയുണ്ട്. നമ്മുടെ MD
മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്തും വളരെ സമർത്ഥനായിരുന്നു. നമ്മളൊരു 60 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് വൈവ എക്സാമിനേഷൻ അച്ഛനെ വിളിച്ചാൽ ആ 10 മിനിറ്റ് കൊണ്ട് ആ 60 മണിക്കൂറിലെയും എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയാൻ പറ്റും. ഒരു വാക്ക് പോലും മറന്നു പോകാതെ മുഴുവനും ഓർത്തിരുന്ന് പറയാൻ ബുദ്ധി സാമർഥ്യമുള്ള ആളാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെ ദൈവം കൊടുക്കുന്നൊരു കൃപയാണല്ലോ ഇത്രയും വലിയ മെമ്മറി. 60 മണിക്കൂർ നമ്മൾ പഠിപ്പിക്കുന്ന ഒരുപാട് കടലാസുകളുണ്ട്. പക്ഷേ അച്ഛനതെല്ലാം പഠിച്ച് ഒരുങ്ങി നല്ല ഒരു ആർജവത്വം എന്നും കാണിച്ചിട്ടുണ്ട്. കോട്ടയം അതിരൂപതയ്ക്ക് ഒരു വലിയ അഭിമാനമാണ്. ഇപ്പോൾ ദീപിക MD എന്നിലേക്ക് നമുക്കെല്ലാവർക്കും ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു.